നിരി നിരി ഗമഗരി സ നിരി നിരി ഗമഗരി സ നിരി ഗമദ മഗരി മഗരി സ നിരി നിരി ഗമഗരി സ നിരി ഗമദ മഗരി മഗരി സ നിരി നിരി ഗമഗരി സ നിരി ഗമദ മദരി. പട്ടാര്യമ്മ എന്നൊരു മൂർത്തി സങ്കല്പത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭദ്രകാളിയുടെ വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു മൂർത്തിഭാവമാണിത്. പറഞ്ഞു കേട്ടൊരു ചൊല്ലുണ്ട്, 1000 കാളിക്ക് തുല്യം അര പട്ടാര്യമ്മ എന്ന്. അത് ആ ഭഗവതിയുടെ ശക്തിവിശേഷം മനസ്സിലാക്കുന്നതിനായി പണ്ടുള്ളവർ പറഞ്ഞിരുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലധികം പട്ടാര്യമ്മ എന്നൊരു മൂർത്തിഭാവത്തിലുള്ള ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല. കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂർ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മൂഴിക്കുളങ്ങര പട്ടാര്യമ്മ ക്ഷേത്രം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുടിയേറ്റ് നടക്കുന്നതും ഈ ക്ഷേത്രത്തിലായിരിക്കും. പട്ടാര്യമ്മയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും പ്രധാന മൂർത്തി ഇവിടെ ദുർഗാഭഗവതിയാണ്. അപൂർവങ്ങളായ ഒരുപാട് ആചാരങ്ങൾ നടന്നു വരുന്നൊരു ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ നടന്നു വരുന്ന വളരെ ഫലസിദ്ധിയുള്ള ഒരു വഴിപാടാണ് കൊട്ടും ചിരിയും. കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ കിട്ടുന്നതിനായിട്ടാണ് ഈ വഴിപാട് കഴിക്കുന്നത്. ഇവിടെ ദുർഗാഭഗവതിക്കാണ് ഈ വഴിപാട് നടത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ പറയാം. ആദ്യകാലത്ത് ഇവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് പട്ടാര്യമ്മയുടെ പ്രതിഷ്ഠ ഇവിടെ വരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. പഴയ വടക്കൻകൂർ രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ഈ പ്രദേശങ്ങൾ. വടക്കൻകൂർ രാജാക്കന്മാരുടെ പരദേവതാസ്ഥാനം കൂടിയുണ്ട് ഇവിടുത്തെ ദുർഗാഭഗവതിക്ക്. ശ്രീകോവിലും ഒരു തിടപ്പള്ളിയും മാത്രമുണ്ടായിരുന്ന മൂഴിക്കുളങ്ങര ക്ഷേത്രത്തിന് ചുറ്റമ്പലവും ബലിക്കൽപുരയും എല്ലാം വടക്കൻകൂർ രാജാക്കന്മാർ പണി കഴിപ്പിച്ചതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള പുനരുദ്ധാരണത്തിന് മുൻപ് വരെ മേൽക്കൂരകളിൽ മാറോടുകൾ എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ ഓടുകളായിരുന്നു. പാഴൂർ കറുത്തെടുത്ത് മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം. രാജഭരണം അവസാനിച്ച കാലത്ത് വടക്കൻകൂർ രാജാവ് ഈ ക്ഷേത്രവും ക്ഷേത്രവസ്തുക്കളും നോക്കി നടത്തുന്നതിനായി ഈ മനക്കാരെയാണ് ഏൽപ്പിച്ചിരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രവും പരിസരവുമൊക്കെ വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇവിടുത്തെ പൂജാകാര്യങ്ങളിലായാലും നിവേദ്യ വിഷയങ്ങളിലായാലും എന്തിനും ആ ഒരു പൂർണ്ണത കൃത്യമായി പാലിച്ചു വരുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഇല്ലാത്തതും ഇതുതന്നെയാണല്ലോ. കൊടിമരത്തിന് മുൻപിലൂടെ നീളൻ ബലിക്കൽപുരയും വലിയമ്പലവും കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ശ്രീകോവിലിന് മുൻപിലായി ഒരു നമസ്കാര മണ്ഡപമുണ്ട്. ചതുര ശ്രീകോവിലാണ് ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചില ചുമർചിത്രങ്ങളും ശ്രീകോവിലിന്റെ ഭിത്തികളിൽ കാണാം. ആദ്യകാല പ്രതിഷ്ഠ നടക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്നാണ് ക്ഷേത്ര ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ദുർഗാദേവിയുടെ ഒരു ശാന്തഭാവമാണിവിടെ. അകത്ത് ഉപദേവന്മാരായി ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു എന്നീ മൂർത്തികളും ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കുകിഴക്ക് ഭാഗത്തായി പഞ്ചമൂർത്തികളുടെ പ്രതിഷ്ഠയും വടക്ക് കിഴക്ക് ഭാഗത്തായി തൃപ്പങ്ങോട്ടപ്പൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. വടക്ക് ഭാഗത്തെ കുളക്കരയിലായി സർപ്പങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പട്ടാര്യമ്മയെ ഇവിടെ ഉപദേവത എന്ന് പറയാൻ പറ്റില്ല. പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ചുറ്റുമതിലോടുകൂടി ഒരു ചെറിയ ശ്രീകോവിലാണ് പട്ടാര്യമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പട്ടാര്യമ്മ എന്നാൽ യഥാർത്ഥത്തിൽ വട്ടകധാരിയമ്മ എന്നാണ്. നാട്ടുഭാഷയിൽ പറയുന്നതാണ് പട്ടാര്യമ്മ. ഭദ്രകാളിയുടെ ഏറ്റവും രൗദ്രമായ ഒരു ഭാവമാണിത്. ഭക്തജനങ്ങൾ ഭക്തിയോടെയും ഭയത്തോടെയും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ദുർഗാദേവിക്കൊപ്പം തന്നെയാണ് പട്ടാര്യമ്മയെയും ആരാധിച്ചു വരുന്നത്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ദാരികന്റെ രക്തം ഭൂമിയിൽ പതിക്കാതിരിക്കുന്നതിനായിട്ടാണ് ഭഗവതി വേതാളത്തിന് മുകളിൽ കയറിയിരുന്ന് കയ്യിൽ വട്ടക ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തത്. ആ കഥയെല്ലാം മിക്കവർക്കും അറിയാവുന്നതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ആ ഒരു ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് വട്ടകധാരിയമ്മ എന്ന പട്ടാരിയമ്മയുടെ ഭാവം. യുദ്ധം നടക്കുമ്പോഴുള്ള ഭദ്രകാളിയുടെ ദേഷ്യഭാവം എന്ന് തന്നെ അർത്ഥം. പട്ടാരിയമ്മയുടെ പ്രതിഷ്ഠ ഇവിടെ വന്നതിന് പുറകിലും ഒരു കഥയുണ്ട്. പണ്ട് രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെയും കായംകുളം രാജാവിൻ്റെയും ഒക്കെ രാജസഭകളിൽ ഈ കറുത്തേടത്ത് മനയിലെ പൂർവികർക്ക് ചില സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ പൂർവികർ കായംകുളം രാജാവിൻ്റെ സഭയിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന കാലത്താണ് പട്ടാര്യമ്മയുടെ ചരിത്രം തുടങ്ങുന്നത്. ആ കാലത്ത് കായംകുളം രാജാവിൻ്റെ അധീനതയിലായിരുന്നു ചവറയിലെ കൊറ്റംകുളങ്ങര പ്രദേശം. അക്കാലത്ത് ഇന്നത്തെ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം കൊറ്റംകുളങ്ങര വീരഭട്ടാരിയമ്മ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ട് ഇവിടെ മഹാദേവനും ദുർഗയും വീരഭട്ടാരി എന്ന ഭദ്രകാളിയും ചേർന്ന് 3 പ്രതിഷ്ഠകളാണ് ഉണ്ടായിരുന്നത്. താലം വഴിപാട് നടക്കുന്നത് ദുർഗാദേവിക്കാണ്. അതുപോലെ തൂക്കം മുതലായ വഴിപാടുകൾ രൗദ്രഭാവത്തിലുള്ള വീരഭട്ടാരിയമ്മയ്ക്കും.
കൊറ്റംകുളങ്ങരയിലെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാരാണ് ഇവിടെ താലമെടുക്കുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണിത്. അക്കാലത്തെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല കായംകുളം രാജാവ് ഏൽപ്പിച്ചിരുന്നത് ഈ കറുത്തേടത്ത് മനയിലെ ഒരു അംഗത്തെയായിരുന്നു. വീരഭട്ടാരിയമ്മയുടെ വലിയ ഭക്തനും താന്ത്രിക കർമ്മങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുമായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും സൽസ്വഭാവിയും കാര്യനിർവഹണ ശേഷിയുമുള്ള അദ്ദേഹത്തെ രാജാവ് ഈ ക്ഷേത്രഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞതോടെ ഇദ്ദേഹത്തിൻ്റെ ദേവി ഉപാസന അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിയതോടെ ഭഗവതിയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കെത്തി. കറുത്തേടൻ നമ്പൂതിരി എവിടെ പോയാലും ഭട്ടാരിയമ്മയും കൂടെ ഉണ്ടാവുമെന്നൊരു ചൊല്ല് നാട്ടുകാർക്കിടയിൽ അക്കാലത്തുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇടയ്ക്കിടെ ഒരു തീർത്ഥയാത്ര പോകുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഉഗ്രമാന്ത്രികൻ കൂടിയായിരുന്ന കറുത്തേടൻ നമ്പൂതിരി അതീവ ശക്തിയുള്ള ഒരു ശ്രീചക്രം രാജ്യരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമായി പൂജിച്ച് ഭട്ടാരിയമ്മയുടെ ശ്രീകോവിലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആക്രമണം അടിക്കടി ഉണ്ടാവുന്ന ഒരു കാലമായിരുന്നു. കൊറ്റംകുളങ്ങര തിരുവിതാംകൂറിൻ്റെ അതിർത്തി പ്രദേശവുമായിരുന്നു. പക്ഷേ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിയാൽ കായംകുളം രാജാവിനെ ഒന്ന് തൊടാൻ പോലും മാർത്താണ്ഡവർമ്മയ്ക്കായില്ല. ഇതിൻ്റെ രഹസ്യം ചാരന്മാരെ വിട്ട് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ രഹസ്യമായി ഈ ശ്രീചക്രം കൊറ്റംകുളങ്ങരയിൽ നിന്ന് മാറ്റുന്നതിനായി അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദളവയായിരുന്ന രാമയ്യനെ ഏൽപ്പിച്ചു. പക്ഷേ കറുത്തേടൻ നമ്പൂതിരിയുടെ സംരക്ഷണയിലിരിക്കുന്ന ആ ശ്രീചക്രം കൈക്കലാക്കുക എന്നത് വളരെ ദുഷ്കരമാണെന്നറിയാവുന്ന രാമയ്യൻ കറുത്തേടൻ നമ്പൂതിരി തീർത്ഥയാത്ര പോയ ഒരു സമയം ക്ഷേത്രത്തിലെത്തുകയും മേൽശാന്തിയെ ഭീഷണിപ്പെടുത്തി ഈ ശ്രീചക്രം കൈക്കലാക്കുകയും ചെയ്തു. ശ്രീചക്രത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതോടെ തിരുവിതാംകൂർ സൈന്യം കായംകുളം രാജ്യം ആക്രമിക്കുകയും കായംകുളം രാജാവ് ആ യുദ്ധത്തിൽ ദയനീയമായി തോൽക്കുകയും ചെയ്തു. തീർത്ഥയാത്ര കഴിഞ്ഞെത്തിയ കറുത്തേടൻ നമ്പൂതിരിക്ക് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായതോടെ വളരെ ദുഃഖമായി. ദുഃഖിതനായ അദ്ദേഹം വീരഭട്ടാരിയമ്മയെയും മറ്റു ദേവീദേവന്മാരെയും നമസ്കരിച്ച് യാത്ര പറഞ്ഞ് മൂഴിക്കുളങ്ങരയ്ക്ക് തന്നെ മടങ്ങി. അദ്ദേഹത്തിൻ്റെ അനുയായികളായ ചില കുടുംബക്കാരും ഇദ്ദേഹത്തോടൊപ്പം പല നാടുകളിൽ നിന്ന് കൂടെ ചേർന്നിരുന്നു. മടക്കയാത്രയ്ക്കിടെ കൊറ്റംകുളങ്ങര വീരഭട്ടാരിയമ്മയുടെ ഒരു സാന്നിധ്യവും തന്നോടൊപ്പം ഉണ്ടെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ച് മൂഴിക്കുളങ്ങരയിലെത്തിയ അദ്ദേഹം തന്നോടൊപ്പമുള്ള ആ ദേവീ ചൈതന്യത്തെ വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ കണക്കനുസരിച്ച് ഒരു ദാരുശില്പം തീർത്ത് ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് വേണ്ട എല്ലാ ചടങ്ങുകളോടും കൂടി ഭട്ടാരിയമ്മയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മൂഴിക്കുളങ്ങരയിൽ ഭട്ടാരിയമ്മയുടെ പ്രതിഷ്ഠ വരുവാനുണ്ടായ സാഹചര്യം. ദാരികവധവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ ഭട്ടാരിയമ്മയുടെ ഇഷ്ട വഴിപാട് മുടിയേറ്റാണ്, പിന്നെ അടവഴിപാടും. മീനമാസത്തിലെ ഉത്രമാറാട്ടായി 6 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ദുർഗാഭഗവതിക്ക്. കൊടിയേറി കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നിത്യവും ആറാട്ടുമുണ്ടാവും. ദുർഗാഭഗവതിയുടെ ആറാട്ടിൻ്റെ അന്ന് വൈകുന്നേരം മുതലാണ് ഭട്ടാരിയമ്മയ്ക്ക് മുടിയേറ്റ് ആരംഭിക്കുന്നത്. കൂടാതെ തുലാമാസത്തിൽ തീയാട്ടും നടത്തിവരുന്നു. ദുർഗാഭഗവതിക്ക് അറനാഴിയാണ് പ്രധാന വഴിപാട്. അതുപോലെ തന്നെ പ്രധാനമായ ഒരു വഴിപാടാണ് കൊട്ടും ചിരിയും. എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞുപോയാൽ അത് തിരികെ കിട്ടുന്നതിനായിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത്. അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വസ്തു കളവ് പോയാൽ അത് തിരികെ കിട്ടിയാൽ മൂഴിക്കുളങ്ങര ഭഗവതിയുടെ അവിടെ ചെന്ന് കൊട്ടും ചിരിയും വഴിപാട് കഴിച്ചുകൊള്ളാം എന്ന് നിശ്ചയിക്കും. കളവ് മുതൽ തിരികെ ലഭിച്ചാൽ ഭക്തർ ആ വസ്തുവുമായി ക്ഷേത്രത്തിലെത്തും. ഇവിടെ പേരും നാളും പറഞ്ഞ് വഴിപാട് ഷീട്ടാക്കും. ദീപാരാധനയ്ക്ക് ശേഷം ഒരു ഓട്ടുരുളിയിൽ ഗുരുതി തയ്യാറാക്കി കൊണ്ടുവരികയും അത് കൊടിമരച്ചൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നഷ്ടപ്പെട്ട സാധനം ആ ഉരുളിയിലിടും. പിന്നെ ഈ പാത്രത്തിന് ചുറ്റും 7 പച്ചപ്ലാവില കുമ്പിൾ കുത്തി അതിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ചു വയ്ക്കും. കൂടാതെ 7 കോൽത്തിരികളും കത്തിച്ച് കുത്തി നിർത്തും. കുടുംബത്തിലെ സ്ത്രീകളാണ് ഈ വഴിപാട് നടത്തേണ്ടത്. സ്ത്രീകൾ കളഞ്ഞു പോയത് തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ഈ ഗുരുതിപാത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വയ്ക്കുകയും 3ാമത്തെ പ്രദക്ഷിണത്തിന് ഈ ഗുരുതിപാത്രം ഇടംകാൽ മടമ്പുകൊണ്ട് തട്ടിമറിച്ച് പാത്രത്തിൽ നിന്നും ആ വസ്തു തിരികെ എടുക്കുകയും വേണം. ദേവിയുടെ അനുഗ്രഹത്താൽ കളഞ്ഞുപോയ സാധനം തിരിച്ചു കിട്ടി എന്നാണ് ഇതിൻ്റെ സങ്കല്പം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, കളഞ്ഞുപോയ സാധനം മാലയോ മോതിരമോ പോലെ ഗുരുതിപാത്രത്തിൽ ഇടാൻ പറ്റുന്നതല്ലെങ്കിൽ പകരം നാണയങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അതായത് കളഞ്ഞുപോയത് ഒരു പശുവിനെയോ മറ്റോ ആണെങ്കിൽ അതിനെ ഈ ഗുരുതിപാത്രത്തിൽ ഇടാൻ സാധിക്കില്ലല്ലോ. അതിനാണ് അങ്ങനെയൊരു സംവിധാനം. ഇവിടുത്തെ ഉപദേവതാസ്ഥാനത്തിരിക്കുന്ന തൃപ്പങ്ങോട്ടപ്പനും ചില കഥകൾ പറയാനുണ്ട്. ക്ഷേത്രത്തിൽ മുൻപുണ്ടായിരുന്ന കഴകക്കാരായിരുന്ന
പിഷാരടിമാർ ആദ്യകാലത്ത് തൃപ്പങ്ങോട്ടപ്പൻ്റെ കഴകക്കാരായിരുന്നു. പടയോട്ടകാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്ന് ഓടിപ്പോന്ന സമയം ക്ഷേത്രത്തിൽ നിന്നും ഒരു ശിലയും ഒരു സർപ്പവിഗ്രഹവും കൊണ്ടാണ് പോകുന്നത്. മൂഴിക്കുളങ്ങരയിലെത്തിയ ഇവർ ഈ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ വയ്ക്കുകയും പിന്നീട് ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്ന് പറയുന്നു. രാജഭരണകാലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും പറയാനുള്ള ഒരു പ്രദേശം കൂടിയാണിത്. കോട്ടയം ജില്ലയിൽ ഓണന്തുരുത്ത് വില്ലേജിൽ കുറുമുള്ളൂർ കരയിലാണ് മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.